നമ്മൾ പലരും അസംബിൾ ചെയ്യുന്ന ഇങ്ങനത്തെ ആംപ്ലിഫയറുകളിൽ നമുക്ക് ഇതിനകത്ത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഫോണിൽ നിന്ന് തന്നെ പറ്റും. ഇതവിടെ അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. കണ്ടോ, 43, 28, 25 വ്യത്യാസം വരുന്നു. അതിനനുസരിച്ച് നമുക്ക് ഇവിടെയും വ്യത്യാസം വരുന്നു. അപ്പോൾ എന്താവും, നമ്മളിവിടെ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ മ്യൂസിക്കിൻ്റെ ലെവൽ ഇതിൽ ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. മെയിൻലി ഈ ഒരു ഓട്ടോ സിങ്ക് എന്നുള്ള ഈ ബ്ലൂടൂത്ത് ഓപ്ഷനിൽ ഫോണുകളിൽ ഉപയോഗിക്കാവുന്ന ആ ഒരു മോഡ്. അതായത് ഓട്ടോ സിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിതിൻ്റെ ഫോണിലെ സെറ്റിങ്സിൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം, സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. അതായത് നമ്മൾ മെയിൻലി ഇപ്പോൾ സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ സെറ്റിങ്സിൽ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ സെറ്റിങ്സ് എടുത്താൽ അതിനകത്ത് ആൻഡ്രോയിഡ് മൊബൈൽ ആണെങ്കിൽ മാത്രം, ആൻഡ്രോയിഡ് മൊബൈൽ US അല്ല, ഐഫോൺ അല്ല, ആൻഡ്രോയിഡ് മൊബൈലിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടുക, അഡ്വാൻസ്ഡ് സെറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ. ചില ഐഫോൺ സെറ്റിങ്സിലും ഉണ്ട്. പക്ഷേ അതിനകത്ത് നമുക്കിങ്ങനെ കയറി വയ്ക്കാൽ മീഡിയ വോളിയം സിങ്ക് എന്ന് പറഞ്ഞ ഒരു സെൻറ്ററിലുള്ള നടുവിൽ രണ്ടാമത്തുള്ള ഓപ്ഷൻ അത് ഓൺ ആയിരിക്കും മാക്സിമം ഫോണുകളിലും. അതേസമയം പ്രത്യേകം ശ്രദ്ധിക്കണം, ഐഫോണിൽ ആ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ മീഡിയ വോളിയം സിങ്ക് ഓൺ ആയിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിങ്ങനെ ഈ മ്യൂസിക് വോളിയം ഇതിലിങ്ങനെ കൂട്ടാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ആർക്കാണെന്നറിയോ, നമ്മൾ ബ്ലൂടൂത്തിലേക്ക് കരാവോക്കെ ഇട്ടിട്ട് പാട്ട് പാടുന്നവർക്കും പാട്ട് പാടി പ്രാക്ടീസ് ചെയ്യുന്നവർക്കും. ഹെവി മിക്സറൊന്നും ഇല്ലാത്തവർക്ക് ഏറ്റവും സൗകര്യമാണ് നമുക്ക് ഇങ്ങനെ ബ്ലൂടൂത്തിൽ ഇൻബിൽഡായിട്ട് വരുന്ന മൈക്ക് ഓപ്ഷൻ. നല്ല അത്യാവശ്യം നല്ല ലൗഡും നല്ല ക്ലാരിറ്റിയും നല്ല തരം മിക്സിങ്ങുമാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതിലെല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇത് ബാസ്, ട്രബിൾ മറ്റെല്ലാം നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ആവും, നമ്മുടെ വോയിസ് അടക്കം. അപ്പോൾ അങ്ങനെ പാടുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെയാണ് ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വോളിയം കുറച്ചു, ഇവിടെ 22 വോളിയം ലെവലെത്തി. അപ്പോൾ ഞാൻ മൈക്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വോളിയം മിക്സ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഒരു കേൾക്കാനുള്ള ഒരു ലെവൽ വെച്ചു, എന്നിട്ട് ഹലോ ഷേക്ക് ഷേക്ക്, നമുക്ക് മൈക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് നമ്മളെ മൈക്കിൻ്റെ ലെവൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് ആ മ്യൂസിക്കിൻ്റെ അകത്തുനിന്ന് വേറിട്ട്, അതായത് മിക്സായ രീതിയിൽ തന്നെ ആളെ വ്യക്തമായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്കിൻ്റെ ലെവലും നമുക്ക് മ്യൂസിക്കിൻ്റെ ലെവലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അതാണല്ലോ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഉപയോഗിക്കുന്നത്, ഇത് നമ്മൾ കൂട്ടുമ്പോൾ ഓവറോൾ കൂടുകയാണ്, മൈക്ക് അടക്കമാണ് കൂടുന്നത്. ഹലോ ചെക്ക്, ഹലോ ചെക്ക് ചെക്ക്, ഹലോ, ഈ ഒരു ലെവലിൽ വെച്ചിട്ട് പാട്ട് പാടുമ്പോൾ നല്ല രസമായിരിക്കും. നോക്കാം, ഹലോ ചെക്ക് ചെക്ക്, നമ്മൾ എൻ്റെ വോയിസ് കേൾക്കുന്നില്ല, മ്യൂസിക് ആയിരിക്കും വളരെ കൂടുതൽ. അപ്പോൾ അത് എനിക്ക് ഇവിടെ നമ്മൾക്ക് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞാനിത് എന്നോട് വന്ന് ചോദിച്ച കാരണം കൊണ്ടാണ് ഞാനിതിപ്പോൾ ഒരു വീഡിയോ ആക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷനാണ്, ആൻഡ്രോയിഡിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ്. നമുക്ക് അത് ആ മീഡിയ വോളിയം സിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് അതിനകത്ത് ആ വോളിയം സിങ്ക് നമ്മൾ ഇങ്ങോട്ട് ഓഫ് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ വോളിയം കൂട്ടുമ്പോൾ അവിടെ വോളിയം ഇൻക്രീസ് ആവുന്നില്ല, അവിടെ മൈക്ക് വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. സോറി, നമ്മളെ ബ്ലൂടൂത്ത് അതായത് ഇവിടെ ഇൻക്രീസ് ആവുന്നുണ്ട് ഫോണിൽ, പക്ഷേ നമുക്കിവിടെ ഇൻക്രീസ് ആവുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടെ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. 29, 31 കാണുന്നുണ്ടല്ലോ, നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഇവിടെ അഡ്ജസ്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ സിങ്ക് കൊണ്ട് ഓഫായി. ഇനി ഞാൻ മൈക്കിൽ ചെക്ക് ചെയ്താൽ ഹലോ ഹലോ, ഇനി ഞാൻ ഈ മ്യൂസിക്കും മൈക്കും സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമോ നോക്കുക, കാണിച്ചു തരാം. ഹലോ, ഞാൻ മ്യൂസിക് ലെവല് ഒന്ന് കുറച്ച് വെച്ചു, എനിക്ക് പാടുന്നത് മനസ്സിലാവണ്ടേ. ഹലോ ഹലോ ഹലോ, മ്യൂസിക് ലെവൽ വേറെയും മൈക്ക് ലെവൽ വേറെ നമുക്ക് അവിടെ റിമോട്ടിലോ ആ നോബിലോ അഡ്ജസ്റ്റ് ചെയ്യാം. ഹലോ ഹലോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. പലരും ചോദിച്ച് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് ആ കാരണം സഹിച്ചിട്ട് പലരും മാനുവൽ കൺട്രോളുള്ള മൈക്ക് ബോർഡ് വെക്കുന്നുണ്ടായി. അപ്പോൾ മാനുവൽ കൺട്രോൾ വെക്കുന്നതിന് വിരോധമൊന്നുമില്ല, നല്ല കാര്യമാണ്. കൂടുതൽ ഫ്ലെക്സിബിൾ ആവും, കൂടുതൽ വളരെ നൈസ് വേരിയേഷൻ നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാം, റെക്കോർഡ് ഡിലേ അല്ല. അതേസമയം ഇങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ മിക്സർ വാങ്ങാൻ കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു ബോർഡ് കയറ്റിയ ഒരു സിസ്റ്റത്തിനുണ്ടാകുന്ന ചെറിയൊരു ന്യൂനത, അത് ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, അത് ഉപയോഗിച്ചവർക്കറിയാം. ആ ഒരു പ്രശ്നം ഇതിൽ ഒഴിവാകും. ഇതിൽ ക്ലീനാണോ, അതിൽ ആ ഒരു പ്രശ്നം കാണും, വേറെ വഴിയില്ല.
അത് മിക്സർ എക്സ്റ്റേണലി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം മുമ്പ് ചെയ്ത പോലത്തെ മിക്സറൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ക്ലീനായിട്ട് ഔട്ട് വരും. അതല്ലെങ്കിൽ കുഴപ്പം ചിലതിന് വരുന്നുണ്ട്. ചിലതിന് അത് എങ്ങനെ ഫിൽട്ടർ ചെയ്താലും അത് നൈസായിട്ട് വരും. അപ്പോൾ അതില്ലാതെ ക്ലീനിൽ കിട്ടുന്ന ഒരു മൈക്ക് ഓപ്ഷനാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, പാട്ട് പാടുന്നവർക്ക് മ്യൂസിക് ലെവലും മൈക്ക് ലെവലും സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പാടാൻ വളരെ പ്രയാസം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, പാടുന്നത് രസമില്ല. മ്യൂസിക് ഹൈയിൽ നിൽക്കും, പാട്ട് താന്നും നിൽക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷനില്ല. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലും നിങ്ങൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുകയാണെങ്കിൽ പരമാവധി ആൻഡ്രോയിഡ് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഓൺ ആയിരിക്കും. അതിൽ അഡ്വാൻസിൽ ഓട്ടോ സിങ്ക് ഓൺ ആയിരിക്കും. അഡ്വാൻസിൽ ഓട്ടോ സിങ്ക് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെയും മ്യൂസിക്കിൻ്റെയും ലെവൽ ഓവറോൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പവർ ആമ്പിൻ്റെ മുകളിൽ എത്ര റേസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ മ്യൂസിക് ആൻഡ് മൈക്ക് ലെവൽ വളരെ ബെസ്റ്റ് ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കിയാൽ